എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മോൾ നീട്ടുണ്ടെങ്കിൽ കുറേ നേരം വിളിച്ചിട്ടാണ് നീട്ടിടക്കുന്നത്. ഉറക്കൊന്നും മതിയായിട്ടില്ല. പിന്നെ ഞാനും മോളും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരത്തെ ക്ലിനിക്കിലേക്ക് പോയല്ലോ. അപ്പോൾ അച്ഛൻ തന്നെ കുളിപ്പിക്കലും ഒക്കെ ചെയ്തു. ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൂവാള ഡ്രസ്സല്ല, വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അച്ഛൻ നോക്കണം ഡ്രസ്സ് എവിടെയെന്നൊക്കെ നോക്കി മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും അവൾക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ അച്ഛൻ ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് അതും ഇതൊക്കെ എടുത്ത് കളിക്കുക. മിക്സർ സാധനങ്ങളും എല്ലാം ഉണ്ട്. ഉണ്ണിനെ ദോശ ഉണ്ടാക്കണം. ഉണ്ണിക്ക് എല്ലാം കുറച്ചൊക്കെ അടുക്കളത്തെ പണികളൊക്കെ അറിയട്ടെ. ആൾ കുറച്ച് നാളും ബാംഗ്ലൂരൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കണ ഇതൊക്കെ. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. നന്നായിട്ട് പരത്താനും ഉണ്ടാക്കാനും ഒക്കെ അറിയാം കേട്ടോ. ഇവിടെ സാധനങ്ങളിപ്പോൾ മോളല്ലേ എല്ലാം ഇവിടെ ഓരോ സ്ഥലത്ത് വെക്കണ്ട. അപ്പോൾ എവിടെയാണ് സാധനങ്ങളെന്ന് അറിയാത്ത ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും മകളെല്ലാം നോക്കി ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കി. ദോശ ഉണ്ടാക്കലും അവൾക്ക് കൊടുക്കലും കൂടി ചെയ്തു കേട്ടോ. അവളിങ്ങനെ അച്ഛ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇഷ്ടമായി സ്വാദുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ അച്ഛനും മോളും കൂടി ദോശ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് വേണ്ട പറയും. ആ വായിലത്തെ കഴിഞ്ഞു എന്നൊക്കെ വായൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. ദോശയൊക്കെ കഴിച്ചു. ദോശ അവൾ പൊടി കൂടിയിട്ടാണ് കഴിക്കുക കേട്ടോ. പൊടി നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മളെ ചട്നി അവൾക്ക് നല്ല ഇഷ്ടമാണ്. പൊടിയും ചട്നി എന്താ വെച്ചാൽ കൂട്ടി അവൾ കഴിക്കുക. അവൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛൻ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് വായ തുറക്ക്, വായിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു. അപ്പോഴേക്കും അവളുടെ അമ്മ വന്നു കേട്ടോ. അമ്മ വന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും. ഇതിന് മുമ്പ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മാലയും വളയും മാല അങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഏത് മാല ഇടണമെന്ന് ഇപ്പോൾ അമ്മയ്ക്ക് തന്നെ സംശയമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കുകയാണ് ഏതാ ഭംഗിയിട്ടിട്ട് അച്ഛനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ വേറെ 2-3 മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വിലയൊന്നുമില്ല കേട്ടോ. ഈ എക്സിബിഷന് വാങ്ങിയതാണ്. 100ഉം 50ഉം 75ഒക്കെ രൂപ. നല്ല വില കുറവാണ് മാലയ്ക്കൊക്കെ. എന്നിട്ട് വാങ്ങി. അപ്പം ഇനി ഇത് മതിയെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞു. പിന്നെ ഇട്ട് കൊടുത്തു. പിന്നെ അവൾക്കൊരു സ്വഭാവമുണ്ട്. ഒക്കെ അവൾ തന്നെ ചെയ്യണം. വളയിടുകയാലും എന്ത് ചെയ്യാലും സ്വയം ഇടണം. സ്വയം വളയിടാനൊക്കെ ഇപ്പോൾ അവൾക്ക് പറ്റും. എന്നാലും ശരി അവളെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവൾക്കെൻ്റെ ദേഷ്യം വരും നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അവൾക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. വളടാനും മാലിടാനും ഒക്കെ നല്ല ഇഷ്ടം. ഒക്കെ സ്വയം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ദേഷ്യം വരാൻ തുടങ്ങും. എന്തെങ്കിലും കണ്ണാടിയിലൊക്കെ പോയി നോക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് സദ്യ പറഞ്ഞാൽ അത്രയൊന്നുമില്ല കേട്ടോ. ഒരു അവിയലും ഒരു സാമ്പാറും ഒരു കേബേജ് ഉപ്പേരി ഒന്ന് കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ. ഒക്കെ കുറേശ്ശെ, അധികം സദ്യയായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ 2-3 ആൾക്കാരല്ലേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഒരു പരിപ്പ് പായസം വയ്ക്കാച്ച പരിപ്പ് പായസം ഉണ്ടാക്കി കേട്ടോ. പിന്നെ എന്താ അവിയൽ ഇത് പരിപ്പ് പായസം ഭയങ്കര ആ ശർക്കരയ്ക്ക് ഭയങ്കര നിറമായിരുന്നു. അത് കാരണം അതാ അങ്ങനത്തെ നിറം. സാമ്പാർ പിന്നെ ചോറ് നമ്മുടെ മട്ടരി കൊണ്ടുള്ള ചോറാണ്. പാലക്കാട് മട്ടയാണ്. പിന്നെ ഇത് ഉപ്പേരിത്ത തന്നെ. സദ്യ എന്ന് പറയാൻ അത്ര കേമായിട്ടൊന്നുമില്ല. കുറച്ച് തന്നെ ഉണ്ടാക്കിയുള്ളൂ കാര്യങ്ങളൊക്കെ. അധികം സദ്യ ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ അവൾ മോളിരുന്ന് കഴിക്കണം പറഞ്ഞു. അത് പറ്റില്ല, താഴെ ഇരിക്കണം, ഇല വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ കുറേ വാശി പിടിച്ചു. പിന്നെ നമുക്കൊരു ആചാരം ഉണ്ടല്ലോ, എന്തൊരു വിശേഷത്തിനും വിളക്കത്ത് വിളമ്പുക എന്നൊരു ഇതുണ്ടല്ലോ. പിന്നെ അവൾ വേണ്ട, ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ എന്നാലും ചോറ് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ താഴെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേശ്ശെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കഴിക്കുക. അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുകയല്ലോ. അത് കാരണം ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ അവൾ വാരി കഴിച്ചു കേട്ടോ. അവൾക്ക് അങ്ങനെ വാരി കഴിക്കാൻ ഇലയിൽ നിന്ന് അങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ ഇല്ലേ സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവൾക്ക് തീരെ ഇഷ്ടമല്ല. അത് കഴിക്കും, അതിങ്ങനെ കണ്ടിട്ട് അവൾക്ക് ഇഷ്ടമാണ്. വായിൽ ചോറുണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കുറച്ച് ബാക്കി വായി കൊടുത്തു കേട്ടോ. അപ്പോൾ മോൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോൻ പറഞ്ഞു പായസം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് കുറച്ച് കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞു കുറച്ച് പായസം എടുത്ത് പോയിട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ അടുത്തുള്ള കുറച്ച് താഴെയുള്ളൊരു തമിഴ് ഫാമിലി ഉണ്ട്. അവർ പിന്നെ മോൻ്റെ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ഫാമിലി ഉണ്ട് അവിടെ തന്നെ, ബാംഗ്ലൂർ തന്നെ. അപ്പോൾ അവർ കൂടി ഞങ്ങളൊരു ഹോട്ടലിൽ പോയി കേട്ടോ. ഹോട്ടലിൽ വൈകുന്നേരം എല്ലാവരും വിളിച്ചിരുന്നു. ഇല്ല 8-10 ആൾക്കാർ, 5-8-9 ആൾക്കാർ ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ പോയി. ആ കുട്ടിയുടെ കൂടെ എപ്പോഴും കഴിക്കണം. താഴത്തെ തമിഴ് ഫാമിലി പറഞ്ഞാൽ ആ പാപ്പക്കുട്ടി പറഞ്ഞ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടീനെ കേട്ടോ. പിന്നെ എന്താണ് അവിടുത്തെ അവൾക്ക് ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുക കേട്ടോ. ആദ്യം എന്തൊക്കെയോ സാധനങ്ങൾ, കേക്ക് എന്തൊക്കെയോ നിറയെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഹോട്ടലിൻ്റെ പേര്? ബാർബിക്യൂ നേഷൻ. പിന്നെ അവൾക്ക് ഈ സാധനം കൊണ്ടൊക്കെ വീട്ടിൽ ഈ എന്താണ് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കുത്തി കഴിക്കുക. കാരണം അവൾക്ക് കുറച്ചൊക്കെ ഒരു അറിയാതെ കഴിക്കേണ്ട കാര്യമൊക്കെ. കേക്കൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കണം. നിറയെ സാധനങ്ങൾ മേശപ്പുറത്ത് വന്നിട്ടുണ്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ ഇതാ. അപ്പോഴേക്ക് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടോ മറ്റേ തമിഴ് താഴത്തു ഫാമിലി വന്നത്. ഇവരാണ് ആ കുട്ടി പാപ്പക്കുട്ടി ശിശുവിൻ്റെ ഭയങ്കര ഫ്രണ്ടായിട്ടോ.
പിന്നെ അവർ കഴിക്കാൻ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കുറഞ്ഞ് വെക്കുക ചിക്കൻ്റെ സാധനങ്ങൾ കുറേ സാധനങ്ങൾ എനിക്ക് ശരിക്കും അതിൻ്റെ പേരെന്താ തന്നെ അറിയില്ല കേട്ടോ കാര്യങ്ങൾ. പിന്നെ എന്താ എല്ലാവരും കൂടി നന്നായി ഭക്ഷണം കഴിച്ചു. കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് വലിയവർക്ക് കഴിക്കാനുള്ളതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ചിക്കൻ്റെ സാധനം ഇങ്ങനെ കമ്പിയിൽ കോർത്തിട്ട് കേട്ടോ, അതിൽ ചൂടുള്ള ആ മേശപ്പുറത്ത് തന്നെ ഇങ്ങനെ ചൂടാവുള്ള ഒരു സാധനമുണ്ട്. അതിന് വെച്ച് ചുടുക്കിനെ നല്ല ചൂടാവും കേട്ടോ അതിന്. ഇത് നമ്മൾ ഞങ്ങളുടെ നാട്ടിലുള്ള മോൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ. അവൻ ഭയങ്കര കളി. അവർ ഭയങ്കര സന്തോഷമായി. അവൻ്റെ കൂടെ വേറെ 2 കുട്ടികളും കൊണ്ടില്ല ഞങ്ങളുടെ കൂടെ. ശിവു ഉണ്ട്, മറ്റേ പാപ്പക്കുട്ടിയില്ലേ, തമിഴ് കുട്ടിയില്ലേ, അവരോടൊക്കെ ഭയങ്കര കമ്പനിയായി. ശിവുവിന് അത്ര ഇങ്ങോട്ട് പോരാ, തന്നെ ആകുമ്പോഴാണ് ഭയങ്കര കളി. അപ്പോൾ ഇതിൽ അത്ര ഇങ്ങോട്ട് പോരാ. അവളൊരു സൈലൻ്റായി ഇരിക്കുന്നുണ്ട്, സാധാരണ ഒരു പാവം മാതിരിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും പിന്നെ അവൾ പാപ്പക്കുട്ടി പറഞ്ഞ് പാപ്പക്കുട്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ. പാപ്പക്കുട്ടീനെ അവളുടെ ഫ്രണ്ടാണല്ലോ. പാപ്പക്കുട്ടീനെ നോക്കിയിരിക്കുക അവളുടെ മുമ്പിലാണ് പാപ്പക്കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ പാപ്പക്കുട്ടിയെ നോക്കിയിരുന്നു പിന്നെ അവളുടെ നമ്മളെ സംഭവങ്ങളില്ലേ, എന്തൊക്കെയുള്ള ഒരു ഇതില്ലേ, ആ സാധനം നോക്കിയിട്ട് അത് വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചവരെ അവിടെ കൊണ്ടു വെച്ച് തരും, ബാക്കി നമ്മൾ പോയി എടുത്ത് കഴിക്കണം. എന്തൊക്കെ സാധനങ്ങൾ നമുക്കറിയില്ല, അത്രയും സാധനങ്ങളാട്ടോ ഇവിടെ. പലതരം ബിരിയാണി ഉണ്ട് കേട്ടോ. എത്ര വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം കേട്ടോ. കേക്കുകൾ, അങ്ങനെ എന്തൊക്കെയോ ഫ്രൂട്ട്സിൻ്റെ സാധനങ്ങൾ, എന്തൊക്കെയോ നിറയെ സാധനങ്ങൾ. അപ്പോഴേക്കവിടെ മിഠായിയുടെ സാധനം കണ്ടു കേട്ടോ. അവൾ അപ്പോൾ ഒരു മിഠായി മാതിരി ഒരു സാധനം എടുത്തു. നമുക്ക് ഇഷ്ടം പോലെ എല്ലാവർക്കും ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. പാപ്പക്കുട്ടി അത് നന്നായി കഴിച്ചു, വന്നവരൊക്കെ നന്നായി കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിയാറാകുമ്പോഴേക്കും പിന്നെ പല തൈല ഐസ്ക്രീമുകളല്ലേ. അപ്പം മോള് പോയി എല്ലാവർക്കും ഐസ്ക്രീമുകളൊക്കെ എടുത്തു വന്നു കേട്ടോ. ഐസ്ക്രീം എടുത്ത് വന്നപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഐസ്ക്രീം നല്ല ഇഷ്ടമല്ലേ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പാപ്പക്കുട്ടിയുടെ അമ്മ പറഞ്ഞു പാപ്പക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് ഐസ്ക്രീം. ഇവളൊക്കെ അതെ, മറ്റേ ആ കുട്ടിക്കും അതെ, എത്ര കൊടുത്താലും അവർ കഴിക്കുക തന്നെ. പേടിയാണ്, തണുപ്പല്ലേ, അല്ലാതെ തന്നെ ചുമ ഉണ്ട്, എന്നാലും ശരി അത് മതി എന്നൊക്കെ പറഞ്ഞതാ. പാപ്പക്കുട്ടിയും കഴിക്കണ്ട. പിന്നെ ആ പാപ്പക്കുട്ടി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയല്ലേ, അവളിങ്ങനെ ഓടി നടക്കും കേട്ടോ. നല്ല രസമായി അതിനെ കാണാൻ, അതിൻ്റെ ഇത് കാണാൻ. പിന്നെ ഇതാ ഇവള് പറയേണ്ട അച്ഛാ എനിക്ക് അപ്പുറത്തൊരു കേക്കിനെ കണ്ടു, അച്ഛാ എനിക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക കേട്ടോ. പിന്നെ അവൾക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് തന്നെ രാവിലെ ഇട്ട ഡ്രസ്സ് വേറെ ആരോ മോൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കൊടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. ഇപ്പം അത് ഈ ഡ്രസ്സ് മാത്രമേ അവൾക്ക് എടുത്തിട്ടുള്ളൂ, ഈ ചുവപ്പ് ഡ്രസ്സ്. പിന്നെ അതാ നല്ല ഭംഗിയുണ്ടല്ലോ അത്. അപ്പോൾ അതിനനുസരിച്ചൊരു മാലയും വാങ്ങിച്ചു. മാല 2-3 വാങ്ങിച്ചു കേട്ടോ, വില കുറവാന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇതാ കേക്ക് അവിടെ തന്നെ ആ ഹോട്ടലിൽ തന്നെ കേക്കൊക്കെ ഉണ്ട്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്. അതിൻ്റെ മുമ്പ് തന്നെ കുറേ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിറക്കണം കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കയ്യടിയും പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. അവർ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടൊക്കെ. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവളെപ്പോഴും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞല്ലോ കുട്ടികൾക്കൊക്കെ. അതെ, പാപ്പക്കുട്ടിക്ക് അത് എല്ലാവർക്കും നല്ല കേക്ക് അവിടുന്ന് എത്രയോ കഴിച്ചതാണ് കേട്ടോ. ഇപ്പോഴും അത് അവൾക്ക് കേക്ക് വേണം പറഞ്ഞിട്ട് പിന്നെയും കഴിക്കണം. എങ്ങനെയാണ് കുട്ടികളിങ്ങനെ കേക്ക് കഴിക്കണം, കേക്കല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ. പിന്നെ മറ്റേ കുട്ടികളൊക്കെ നന്നായി കേക്ക് കഴിച്ചതാ. അവനും അതെ ഭയങ്കര ഇഷ്ടമായി. അവൻ ഹാപ്പി ബർത്ത്ഡേ പറയാം കേട്ടോ. മറ്റേ കൈ പിടിച്ച് പറയാന്നൊക്കെ പറയണം, അതൊന്നുമില്ല. അപ്പോഴും ഹാപ്പി ബർത്ത്ഡേ പറയാം. അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കുട്ടികളൊക്കെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഓരോരുത്തരും അവളുടെ വായിലോ കൊടുക്കേണ്ട ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. കുട്ടികളൊക്കെ വന്ന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്, പിന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങനെ അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞു ഞങ്ങളൊരു ഫോട്ടോ എടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഞങ്ങളുടെ അടുത്ത് ക്യാമറയൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും തന്നു, എല്ലാ ഫാമിലി ഉണ്ട് കേട്ടോ. പക്ഷെ എന്നിട്ട് പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. കേക്ക് കഴിക്കാൻ തന്നെ എല്ലാവർക്കും കുട്ടികളിങ്ങനെ കഴിക്കുന്നുണ്ട്, പക്ഷെ വലിയവർക്ക് ആർക്കും വേണ്ട. എന്നുവെച്ചാൽ അവർ കുറേ ഭക്ഷണങ്ങളല്ലേ, അതൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് വയറൊക്കെ വീർത്തു. ഇത് യശ്വന്തപുരം പറഞ്ഞ സ്ഥലത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ എടുത്താൽ. ഞങ്ങളെപ്പോഴും ആ സ്റ്റേഷനിൽ പോയിട്ടാണ് ട്രെയിൻ കയറുക. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അധികം ദൂരമൊന്നും പോകണല്ലോ. അപ്പോൾ അതിനാണ് ടിക്കറ്റൊക്കെ എടുക്കുക. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറേ സ്ഥലങ്ങൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് വേറെ. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഫോട്ടോ എടുത്തു. അപ്പോഴേക്ക് നേരം ഒരുപാടായി, 11-12 ആയി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.